നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്തിയ കൂടുതൽ വെട്ടിപ്പിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോഴും സഖാക്കൾക്ക് ന്യായീകരണത്തിന് ഒരു മടിയും ഉണ്ടാകില്ല. പുറത്തുവരുന്ന വാർത്തകൾ തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് അവകാശപ്പെടുമ്പോൾ ചെലവിനെക്കുറിച്ച് പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവന്റെ നിലപാട്. ഈ ഘട്ടത്തിൽ CPM-നെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് സംവിധായകനും മുൻ ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ. ദൈവവിശ്വാസമില്ലാത്തവർക്ക് ദൈവഭയവും ഉണ്ടാവില്ല. കടത്തിക്കൊണ്ട് പോയാൽ പോലും അവർക്കത് പണം നൽകുന്ന ഒരു വസ്തു മാത്രമാണെന്ന് അഖിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്നു. അഖിലിൻ്റെ പോസ്റ്റ് ഇങ്ങനെ: കക്കുക, മുക്കുക, നക്കുക, ഉളുപ്പില്ലാതെ ന്യായീകരിക്കുക. ഇതൊക്കെ CPM കലാപരിപാടികളാണെങ്കിലും ശബരിമല വിഷയത്തിൽ മറ്റൊരു നിശബ്ദ അജണ്ടയുണ്ട്. ശബരിമലയെ പരമാവധി ചൂഷണം ചെയ്ത് കട്ടുമുടിക്കുക. അവിടെ സെക്സ് ടൂറിസം വരെ ഉണ്ടാവണമെന്ന ലക്ഷ്യത്തിൽ സ്ത്രീകളെ കയറ്റി ശബരിമലയെ തകർക്കാൻ നോക്കി. വിശ്വാസികളെ എതിർത്തതോടെ നിലപാട് മാറ്റി. ശബരിമലയിലെ സ്വർണം കട്ടുകടത്തി. ശരിയായ ഒരു അന്വേഷണം നടന്നാൽ വിഗ്രഹം പോലും മോഷ്ടിച്ചോ എന്ന് അറിയാൻ കഴിയും. എന്നാൽ വിശ്വാസികൾക്ക് മാത്രമാണ് അയ്യപ്പ ചൈതന്യം കുടികൊള്ളുന്ന വിഗ്രഹം. കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് വെറും ഒരു കല്ല് മാത്രം. ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് ദൈവഭയവും ഉണ്ടാവില്ല. കടത്തിക്കൊണ്ടു പോയാൽ പോലും അവർക്കത് പണം നൽകുന്ന ഒരു വസ്തു മാത്രം. നിലനിൽപ്പിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തി. അവിടെയും പൂർണ്ണ തട്ടിപ്പ്. സർക്കാർ പണം പാർട്ടിയുടെ കയ്യിലെത്തുന്ന പൈപ്പാണ് ഊരാളുങ്കൽ സൊസൈറ്റി. പങ്കെടുക്കുക പോലും ചെയ്യാത്ത നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ ലക്ഷങ്ങൾ എഴുതിയെടുക്കുക. ഇതുതന്നെയാണ് പ്രളയ ഫണ്ട് കട്ടപ്പോഴും ഇപ്പോൾ വയനാട് പുനരധിവാസം ചെയ്യുമ്പോഴും ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പണം ഒഴുക്കണം. ആ പണം ഏത് രീതിയിൽ പാർട്ടിയുടെ കയ്യിലെത്തണം എന്ന് വിജയൻ സാറിന് അറിയാം. സഖാവ് വിജയൻ സ്വാമി വിജയനായപ്പോഴേ അറിയായിരുന്നു ദേവന്റെ മുതൽ തന്നെയാണ് ലക്ഷ്യമെന്ന്. സത്യം പുറത്തു വരട്ടെ എന്ന് പറഞ്ഞാണ് അഖിൽ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ പോസ്റ്റിന് താഴെ സഖാക്കളുടെ രൂക്ഷ വിമർശനം എത്തിയതോടെ കമന്റിലൂടെയും അഖിൽ മറുപടി നൽകിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ആചാരപരമായി വിശ്വാസികളായ സ്ത്രീകൾ പോകാത്ത ഒരു സ്ഥലത്ത് സ്ത്രീകളെ കയറ്റാൻ വേണ്ടി ഒരു സർക്കാർ ശ്രമിക്കുന്നത് വരും വർഷങ്ങളിൽ ശബരിമലയെ ഒരു ടൂറിസം പ്രൊജക്റ്റാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് എന്നത് വ്യക്തമാണെങ്കിൽ ആ ടൂറിസം സെക്സ് ടൂറിസമായി മാറുക തന്നെയാണ് ചെയ്യുക. പച്ച മലയാളത്തിൽ ആണിനും പെണ്ണിനും കൂത്താടാനുള്ള ഇടമാക്കി ശബരിമലയെ മാറ്റുക. അന്തം കമ്മികൾക്ക് വാക്കുകളുടെ അർത്ഥം മനസ്സിലാകാതെ പോകുന്നതിൽ അത്ഭുതമില്ല. ശബരിമലയും അയ്യപ്പനെയും ഹൈന്ദവ സംസ്കാരത്തെയും ഇല്ലാതാക്കാൻ എന്ത് തറവേലയും ഇവർ കാണിക്കും. എന്നാലും എന്തിനാടാ കമ്മികളിൽ സ്വർണവും പണവും കട്ടതെന്നും അഖിൽ ചോദിക്കുന്നു. അതേസമയം ദേവസ്വം ബോർഡിനോട് ചോദിക്കേണ്ട സമയത്ത് ആവശ്യമെങ്കിൽ ചോദിക്കുമെന്നുമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകൾ സംബന്ധിച്ചുള്ള തട്ടിപ്പിൽ വാസവൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. കൂടാതെ അയ്യപ്പ സംഗമത്തിൽ താൻ എത്തുന്നതിന് മുമ്പ് ഒരു ഭജന നടന്നിരുന്നുവെന്നും ദേവസ്വം മന്ത്രി പറയുന്നു. അത് നന്ദഗോവിന്ദ ഭജൻസിൻ്റെതാണോ എന്ന് തനിക്കറിയില്ല. കലാപരിപാടികൾക്ക് പണം നൽകുന്ന ദേവസ്വം ബോർഡായതിനാൽ അക്കാര്യങ്ങൾ മന്ത്രി എന്ന നിലയിൽ അന്വേഷിക്കാറില്ലെന്നും വാസവൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ ഗുരുതര ക്രമക്കേടാണ് നടന്നതെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. കോടതി ഉത്തരവ് ലംഘിച്ചാണ് പരിപാടി നടന്നതെന്നും സാമ്പത്തിക സുതാര്യതയില്ലായ്മയും റിപ്പോർട്ടിലുണ്ട്. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കൃത്യമായ കണക്ക് ബില്ലുകളിലില്ല. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് പന്തൽ നിർമ്മാണം അടക്കം നൽകിയത് ടെൻഡർ ഇല്ലാതെയാണ്. ഊരാളുങ്കലിന്റെ സഹസ്ഥാപനമായ ഇവന്റ് കമ്പനിക്കാണ് 10% അധിക തുകയ്ക്ക് കരാർ നൽകിയത്. കണക്കുകളിൽ GST ബില്ലുകളടക്കം ഇല്ലാത്തത് ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കും. ഉപകരാർ നൽകിയതിൽ കൃത്യമായ കണക്കില്ല. ഉപകരാറുകളൊന്നും ഓഡിറ്റിങ്ങിന് ഹാജരാക്കിയിട്ടില്ല. ബില്ലുകളൊന്നും ശരിയല്ല. ഓഡിറ്റർക്ക് കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്താനായിട്ടില്ല. 2 ലക്ഷത്തിനുള്ള കലാപരിപാടികൾ തീരുമാനിച്ചെങ്കിലും 8 ലക്ഷമാണ് ചെലവാക്കിയത്. 2 കോടിയുടെ സ്പോൺസർഷിപ്പ് വരുമാനം അവ്യക്തമാണ്. VIP-കളുടെ ഭക്ഷണ വിതരണ ചെലവിലും കണക്കില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അയ്യപ്പ സംഗമം നടത്തിയത് വഴി 3.40 കോടി രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. ദേവസ്വം ബോർഡിൻ്റെയോ സർക്കാരിൻ്റെയോ പണം അയ്യപ്പ സംഗമത്തിനായി ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നു. സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താമെന്ന് കരുതിയ പണം ലഭിക്കാത്തതിനാൽ ദേവസ്വം ബോർഡിൻ്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് 3 കോടിയിലധികം രൂപ ചെലവാക്കിയെന്നാണ് റിപ്പോർട്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന് നന്ദഗോവിന്ദ ഭജൻസിന്റെ നടത്താത്ത പരിപാടിയുടെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ലുമുണ്ട്. സെപ്റ്റംബർ 20-ന് പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമ പരിപാടിയിലേക്ക് നന്ദഗോവിന്ദൻ ട്രൂപ്പിനെ ക്ഷണിക്കുകയോ അവർ എത്തുകയോ ചെയ്തിരുന്നില്ല. പകരം ബില്ല് സംഘടിപ്പിച്ച് അത്രയും തുകയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നതാണ് ആരോപണം ഉയരുന്നത്. ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് കണക്കിലാണ് ബിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.